ഓഗസ്റ്റ് 8, 2024 നടന്ന HSST ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് C51 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു ISA OSI reference model? So options: presentation layer deals with the data encryption. Option B, physical layer in handle transmission of raw bits over the communication channel. Option C, transport layer provide token management service. Option D, task of flow control is done by the data link layer. So ഇതിനകത്ത് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് ഈ ടോക്കൺ മാനേജ്മെന്റ് ചെയ്യുന്നത് സെഷൻ ലെയർ ആണ് ടോക്കൺ മാനേജ്മെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ പ്രൈവറ്റ് IP അഡ്രസ്? സോ പ്രൈവറ്റ് IP അഡ്രസ് എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സസിലും ഉണ്ട്. സോ തന്നേക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് പ്രൈവറ്റ് IP അഡ്രസ്. ബിക്കോസ് 192.168.0.0 തൊട്ട് 192.168.255 വരെ പ്രൈവറ്റ് IP അഡ്രസ് ആണ്. സോ ഗിവൺ ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് പ്രൈവറ്റ് IP അഡ്രസ്. Next question, when breadth first search and depth first search of a graph are implemented, which of the following data structures are used respectively? നമുക്കറിയാം BFSന് യൂസ് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചർ ക്യൂവും DFSന് യൂസ് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചർ സ്റ്റാക്കും ആണ്. സോ ആ ഓർഡർ വരുന്നത് ക്യൂ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ YAC stands for option yet another compiler converter. Option B, yet any compiler. Option C, yet another compiler. Option D, yet any compiler converter. So answer option C ആണ് yet another compiler. Which of the following is look aside LR parser? Look aside എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ലുക്ക് അഹെഡ് എന്നാണ് ശരിക്കും ലുക്ക് അഹെഡ് എന്നാണ് LR parser. So look ahead LR parser LLR. Option A. Consider the grammar S production A production BB, A production CC. Which of the following is true about the language produced by S? നമുക്ക് ഈ പ്രൊഡക്ഷൻ റൂൾ കാണുമ്പോൾ അറിയാം ഒരിക്കലും ഈ ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് ഓൾട്ടർനേറ്റ് A ആൻഡ് C വരില്ല. അതായത് BC എന്ന് പറയുന്നൊരു സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. CB എന്ന് പറയുന്ന സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് അടുത്തടുത്ത BB ആയിരിക്കണം, അല്ലെങ്കിൽ അടുത്തടുത്ത CC ആയിരിക്കണം. സോ ഈ മൂന്ന് ഓപ്ഷനിലും ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും ഈ പറയുന്ന ഓൾട്ടർനേറ്റ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ഓൾട്ടർനേറ്റ് സ്ട്രിങ് BC CB BC ഇവിടെയും CB BC ഉണ്ട്. സോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ലെക്സിക്കൽ അനലൈസർ പ്രൊഡ്യൂസസ് ദ ഫോളോയിങ് ഔട്ട്പുട്ട്. An intermediate code. Option B, symbol table. Option C, stream of tokens. Option D, a parse tree. നമുക്കറിയാം ലെക്സിക്കൽ അനലൈസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് ടോക്കൺസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ബാക്ക് ട്രാക്കിംഗ്? സോ ഗിവൺ ഓപ്ഷനിൽ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അടുത്ത, when recursive binary search method is implemented to find the key of 18 from input array A, 18, 28, 38, 48, 58, 68, 78, what's the level of recursion? സോ ഇതിൽ നമുക്ക് 18 എന്നുള്ളതാണ് കീ എന്ന് പറയുന്നത്. തന്നേക്കുന്ന അറേ ഓൾറെഡി സോർട്ടഡ് ആണ്. ബൈനറി സെർച്ച് നമുക്ക് സോർട്ടഡ് അറേയിലാണ് ചെയ്യാൻ പറ്റുക. സോ ഓൾറെഡി സോർട്ടഡ് ആണ്. സോ 18, 28, 38, 48, 58, 68, 78 നമുക്കറിയാം. ആദ്യം ബൈനറി സെർച്ച് ഗിവൺ അറേയുടെ മിഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. സോ ഇവിടെ 48 ആണ് മിഡ്. സോ മിഡ് ഈക്വൽ ടു 18 ആണോ ചെക്ക് ചെയ്യും ഫസ്റ്റ് ലെവൽ ഓഫ് കമ്പാരിസണിൽ. ലെവൽ 1 നമുക്ക് 18 സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല.
സോ 18 ആയതുകൊണ്ട് ഇനി 48ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള അറേ മാത്രം ചെക്ക് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡ് അറേ എടുക്കുമ്പോൾ അതിന്റെ അതായത് സെക്കൻഡ് ലെവലിൽ 18, 28, 38 ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിന്റെ മിഡ് എന്ന് പറയുന്നത് 28 ആണ്. സോ 28 ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ അവിടെ ലെവൽ 2ലും നമുക്ക് എന്ത് കിട്ടുന്നില്ല, സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല. സോ ഇവിടെ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, 28ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള അറേ ചെക്ക് ചെയ്യും. 28ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള അറേയുടെ മിഡ് എന്ന് പറയുന്നത് 18 ആണ്. സോ 18 ഈക്വൽ ടു 18 എന്ന് പറയുന്നത് മൂന്നാമത്തെ ലെവലിലാണ് നമുക്ക് ചെക്ക് ചെയ്ത് കിട്ടുന്നത്. സോ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A machine in which there may be several possible next state for such input value and state is called. നമുക്കറിയാം സെവറൽ പോസിബിൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് നമ്മൾ എന്താ പറയുന്നത്, നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി അക്സെപ്റ്റഡ് ബൈ DPDI? ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഇത് അക്സെപ്റ്റ് ചെയ്യും. ദിസ് വിൽ അക്സെപ്റ്റ്. ആൻഡ് ദ ലാംഗ്വേജസ് ദാറ്റ് ആർ നോട്ട് റെഗുലർ, റെഗുലർ അല്ലാത്ത ലാംഗ്വേജസ് വരാലോ. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് റെഗുലർ അല്ലാത്തതും വരാം. അതായത് റെഗുലർ ലാംഗ്വേജസ് എല്ലാം പുഷ് ഡൗൺ ഓട്ടോമേറ്റ വെച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ റെഗുലർ അല്ലാത്തതും നമുക്ക് വരാം. സോ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. സോ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് ഇത് അക്സെപ്റ്റ് ചെയ്യാത്തത്, ലാംഗ്വേജ് ഓഫ് പാലിൻഡ്രോം ആണ്. ബിക്കോസ് പാലിൻഡ്രോം അക്സെപ്റ്റ് ചെയ്യുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റയാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്. The maximum number of transactions that can be performed over a state in a DFA over the language L is equal to A, B, C, D. ലാംഗ്വേജിൽ 3 ക്യാരക്ടറാണ് തന്നേക്കുന്നത്. 3 ക്യാരക്ടറിലോട്ട് 4 ക്യാരക്ടറാണ് തന്നേക്കുന്നത്. ആ 4 ക്യാരക്ടറിലോട്ട് 4 ട്രാൻസാക്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 4. നെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഈസ്. നമുക്കറിയാം എന്താണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ടൈപ്പ് 2 grammar. Type 2. The number of page fault produced by least recently used algorithm for the following reference string for a memory with 3 frames. So നമുക്കറിയാം LRU യൂസ് ചെയ്ത് ഈ ഒരു കറസ്പോണ്ടിങ് സ്ട്രിങ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ യൂസിങ് 3 ഫ്രെയിംസ് ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ 12 ആണ്. 12. The degree of multiprogramming is decided by എന്നുള്ള വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസൈഡ് അല്ലെങ്കിൽ കൺട്രോൾസ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ലോങ് ടേം ഷെഡ്യൂളറാണ്. റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ആരെടുക്കുന്നത്, നമ്മൾ മീഡിയം ടേം ഷെഡ്യൂളറിനെ എടുക്കുന്നത്. മീഡിയം ടേം. ഇവിടെ ഡിസൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലോങ് ടേം ഷെഡ്യൂളർ. നെക്സ്റ്റ്, Belladie's anomaly point out that the page fault may increase as number of allocated frame increases. Option B, the page fault may decrease as number of allocated frame increases. Option C, the page fault may decrease as the number of allocated frame decreases. Option D, the page fault may increase as the number of allocated frame decreases. നമുക്കറിയാം ബെല്ലഡീസ് അനോമലി എന്ന് പറഞ്ഞാൽ പേജ് ഫോൾട്ട് ഇൻക്രീസ് ചെയ്യും. എപ്പോഴാണ് അലോക്കേറ്റഡ് ഫ്രെയിം ഇൻക്രീസ് ചെയ്താലും പേജ് ഫോൾട്ട് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബെല്ലഡീസ് അനോമലി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് കോണ്ടെക്സ്റ്റ് സ്വിച്ച്? സോ കോണ്ടെക്സ്റ്റ് സ്വിച്ച് തന്നേക്കുന്നത് 1, highly depend on hardware support. 2, the system does no useful work while context switching. 3, is saving the state of the current process and losing the saved state for a new process for switching the CPU to new process. സോ കോണ്ടെക്സ്റ്റ് സ്വിച്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര കോണ്ടെക്സ്റ്റ് സ്വിച്ച് എടുക്കുന്നു എന്നുള്ളത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അത് ഹാർഡ്വെയർ സപ്പോർട്ടിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്.
പിന്നെ കോണ്ടാക്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഒരു യൂസ്ഫുൾ വർക്കും ചെയ്യുന്നില്ല. സോ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. നെക്സ്റ്റ്, കോണ്ടാക്ട് സ്വിച്ചിങ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, കറണ്ട് പ്രോസസ്സിന്റെ സ്റ്റേറ്റ് സേവ് ചെയ്യും. എന്നിട്ട് സേവ്ഡ് സ്റ്റേറ്റിനെ പുതുതായിട്ട് നമ്മൾ ന്യൂ പ്രോസസ്സ് എന്താ വരുന്നത് അതിനെ പ്രോസസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ്. നെക്സ്റ്റ് 68, എ ഷെഡ്യൂളിംഗ് algorithm which can be implemented as both preemptive and non-preemptive. സോ പ്രിയംറ്റീവ് ആയിട്ടും നോൺ പ്രിയംറ്റീവ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതം ഏതെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, RR, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, പ്രയോറിറ്റി ഷെഡ്യൂൾ. സോ ഇതിനകത്ത് ആൻസർ നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് തന്നെ നമുക്കറിയാം, അത് നോൺ പ്രിയംറ്റീവും ഉണ്ട് പ്രിയംറ്റീവും ഉണ്ട്. ഷോർട്ടസ്റ്റ് ജോബും നമുക്കറിയാം, അതും നോൺ പ്രിയംറ്റീവ് ഉണ്ട്. പ്രിയംറ്റീവ് വേർഷൻ ഓഫ് ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറയുന്നതാണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് പ്രിയംറ്റീവ് വേർഷൻ ആണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത് നോൺ പ്രിയംറ്റീവ് വേർഷൻ ആണ്. സോ 3 and 4 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, semaphore is an integer that apart from initialization can be accessed only through the two standard atomic operations weight and signal. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, കാരണം വെയിറ്റ് ആൻഡ് സിഗ്നൽ വെച്ചിട്ടാണ് സെമാഫോർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വെൻ വൺ പ്രോസസ് മോഡിഫൈ ദ സെമാഫോർ വാല്യൂ, ദ അതർ പ്രോസസ് ക്യാൻ സൈമിൾട്ടേനിയസ്ലി മോഡിഫൈ ദ സെയിം സെമാഫോർ വാല്യൂ. ആണ്, കാരണം അതായത് നമുക്ക് ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാതിരിക്കണമെങ്കിൽ വെയിറ്റ് ആൻഡ് സിഗ്നൽ ഒരു സെയിം വാല്യൂവിൽ തന്നെ അതിനകത്ത് മോഡിഫിക്കേഷൻ വരണം അല്ലേ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2 ആർ കറക്റ്റ്, ട്രൂ എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 70th question. A deadlock situation can arise if following 4 conditions hold simultaneously. നമുക്കറിയാം ആ 4 കണ്ടീഷൻ എന്ന് പറയുന്നത്, 4 കണ്ടീഷൻ എന്ന് പറയുന്നത് സർക്കുലർ വെയിറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ സർക്കുലർ വെയിറ്റ്, പ്രിയംഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓപ്ഷൻ ബി ഹോൾഡ് ആൻഡ് വെയിറ്റ്, സർക്കുലർ വെയിറ്റ്, നോ പ്രിയംഷൻ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓപ്ഷൻ സി ക്രിട്ടിക്കൽ സെക്ഷൻ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. ഓപ്ഷൻ ബി മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ക്രിട്ടിക്കൽ സെക്ഷൻ, നോ പ്രിയംഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് ഹോൾഡ് ആൻഡ് വെയിറ്റ്, സർക്കുലർ വെയിറ്റ്, നോ പ്രിയംഷൻ ആണ് വരേണ്ടത്. പ്രിയംഷൻ ഇല്ല, നോ പ്രിയംഷൻ ആൻഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇത് 4 ഡെഡ് ലോക്ക് സിറ്റുവേഷൻ വരുന്ന കണ്ടീഷൻ, സൈമിൾട്ടേനിയസ്ലി വരുന്ന കണ്ടീഷൻ. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, കൺസിഡർ a logical address space of 8 pages of 2048 words each mapped into the physical memory of 32 frames. The number of bits in the logical address and physical address are dash and dash. So ഈ ക്വസ്റ്റ്യനിൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് കണ്ടുപിടിക്കുന്നത് 8 ഇൻറ്റു എത്ര പേജസ് ഉണ്ട് ഇൻറ്റു ഓരോ പേജിന്റെ സൈസ്. സോ 2⁻³ ഇൻറ്റു 2⁻11, that is 2⁻14 ആണ് വരുന്നത്. 14 ആണ് വരണ്ടേ. സോ നമ്പർ ഓഫ് ബിറ്റ്സ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. അതുപോലെ ഫിസിക്കൽ അഡ്രസ് സ്പേസിന്റെ ബിറ്റ്സ് കണ്ടുപിടിക്കാൻ എത്ര ഫ്രെയിംസ്, 32 ഇൻറ്റു ഓരോ ഫ്രെയിമിന്റെ സൈസ് 2048, ദാറ്റ് ഈസ് 2⁵5 ഇൻറ്റു 2⁻11, 2⁻16 എന്ന് പറയുന്നത് 16 ആണ് ബിറ്റ് വരേണ്ടത്. സോ ഓപ്ഷൻ 14,16 ആണ് വരേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. സോ അതുകൊണ്ട് നോ ഓപ്ഷനാണ്. നോ. നെക്സ്റ്റ്, സപ്പോസ് ദ members 18, 25, 34, 12, 67, 21, 67, 23, 33, 69, 71, 48 are inserted in
in this order into the binary search tree. What is the pre-order traversal of the sequence of the resultant tree? സോ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ഈ ആ ഓർഡറിൽ തന്നെ നമുക്ക് ട്രീ ജനറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ട്രീ എന്ന് പറയുന്നത് 18, 12, 25, 23, 34, 33, 67, 48, 69 and 71. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ട്രീ എന്ന് പറയുന്നത്. സോ ഈ ട്രീയുടെ കറസ്പോണ്ടിങ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ റൂട്ട് ലെഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. 18, 12, 23, 18, 12, 25, 23, 34, 33, 67, 48, 69, 71. Next up. Which of the following sequence when stored in array at the location A0 to A9 forms a max heap? മാക്സ് ഹീപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് മാക്സ് ഹീപ്പ് ഫോളോ ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻ? അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ട്രീ വരച്ച് നോക്കാം. സോ ഓപ്ഷൻ എയുടെ ട്രീ നമുക്ക് എങ്ങനെ കിട്ടുക? ഓപ്ഷൻ എയുടെ ട്രീ ആ കറസ്പോണ്ടിങ് സീക്വൻസിൽ വരച്ചാൽ 32, 21, 17, 18, 32, 23, 23, 23, 17, 18, 21, 14, 6, 8, 9, 20. സോ മാക്സ് ഹീപ്പ് ആകാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് എന്ന് പറയുന്നത് ആ ഹീപ്പ് ആ ട്രീ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആയിരിക്കണം. ആൻഡ് മാക്സ് ഹീപ്പ് എന്ന് പറയുന്ന ഓരോ പേരൻറ്റും അതിൻ്റെ ചിൽഡ്രനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. സോ ഇവിടെ നോക്കുക, നമുക്കറിയാം എല്ലാ പേരൻറ്റും അതിൻ്റെ ചിൽഡ്രനേക്കാളും ഗ്രേറ്റർ ആണ്. ആൻഡ് ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീമാണ്. സോ ഈ ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മറ്റു ഓപ്ഷൻ കൂടി നോക്കിയാൽ എങ്ങനെ? 32, 17, 23, 18. നമ്മൾ 18 ആഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി അവിടെ പോകുന്നുണ്ട്. സോ നമ്മൾ ഫർദർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അതുപോലെ തന്നെ 32, 23, 14, 17, 21, 18 ആഡ് ചെയ്യുമ്പോൾ 18 14-നേക്കാളും ഗ്രേറ്റർ ആകുവാണ്. സോ ഇവിടെയും കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് 32, 23, 17, 14, 21, 18. അഗെയിൻ ഇവിടെ 18 ആഡ് ചെയ്യുമ്പോൾ പേരൻറ്റിന് ചൈൽഡിനേക്കാളും വാല്യൂ കുറവാണ്. സോ ഇവിടെയും മാക്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A circular queue is implemented using an array of size n and the pointers front and rear points to the first and the last elements of the queue respectively. This circular queue is full when? നമുക്കറിയാം സർക്കുലർ ക്യൂവിൻ്റെ ഫുൾ ഓവർഫ്ലോ കണ്ടീഷൻ അല്ലെങ്കിൽ ഫുൾ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡ് n. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is false? The intersection of two regular languages is regular. ഇത് ടേബിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഇന്റർസെക്ഷൻ ഓഫ് ടു റെഗുലർ ലാംഗ്വേജസ് റെഗുലർ ആണ്. നമുക്കറിയാം ആ ടേബിളിൽ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്നാണ് കിടക്കുന്നത്. സോ റെഗുലർ ലാംഗ്വേജ് റെഗുലർ, ഇത് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോൾസ് എന്താണെന്നാണ് നമുക്ക് ചോദിച്ചത്. ഓപ്ഷൻ ബി ഇന്റർസെക്ഷൻ ഓഫ് ടു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ. ഓപ്ഷൻ ബി തെറ്റാണ്. രണ്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഇന്റർസെക്ഷനിൽ ക്ലോസ്ഡ് അല്ല. സോ ഓപ്ഷൻ ബി ആണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇന്റർസെക്ഷൻ ഓഫ് ടു റിക്കേഴ്സീവ് ലാംഗ്വേജസ് ഇസ് റിക്കേഴ്സീവ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റർസെക്ഷൻ ഓഫ് ടു റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജസ് റിക്കേഴ്സീവ് എന്യൂമറബിൾ, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഫോൾസ്. നെക്സ്റ്റ്. When devices communicate using Bluetooth technology, they use ബ്ലൂടൂത്തിൽ യൂസ് ചെയ്യുന്ന വേവ്സ് റേഡിയോ വേവ്സ്.
radio. Option A. Next. 77. Search engine find the information from web using a program called. So നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയത് ഈ അതായത് സെർച്ച് എഞ്ചിൻ ഫൈൻഡ് ഇൻഫർമേഷൻ ഫ്രം വെബ് യൂസിങ് എ പ്രോഗ്രാം എന്ന് പറയുന്നത് വെബ് സ്പൈഡർ അല്ലെങ്കിൽ ക്രോളർ എന്ന് പറയും. വെബ് ക്രോളർ അതിന്റെ വേറൊരു പേരാണ് സ്പൈഡർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്നാണ് നമുക്ക് കിട്ടിയത്, അനലൈസ് ചെയ്തത്. സോ ഓപ്ഷൻ ബി ആണ്. അടുത്ത 78th question. When a router connect device to the internet, it assign an identification to each device known as. അതായത് ഒരു നെറ്റ്വർക്കിലെ ഒരു ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണീക്ക് ഐഡന്റിഫയർ എന്ന് പറയുന്നത് IP അഡ്രസ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A network on the internet has a subnet mask of 255, 255, 248, 0. What is the maximum it can handle? Maximum number of hosts it can handle. Maximum number of hosts it can handle. The question. So option 1022, 2046, 4094, 8190. സോ ഇതിൽ എത്ര ഹോസ്റ്റ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഹോസ്റ്റ് ID പാർട്ടാണ്. സോ ഈ മാസ്കിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ 8 ones, നെക്സ്റ്റ് 8 ones, 248 എങ്ങനെയാണ് 1111100, പിന്നെ ഈ 80. സോ എത്ര സീറോ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ടോട്ടൽ എത്ര സീറോ? 8 + 3 11 0. സോ 2^11, ദാറ്റ് ഇസ് 2048 ഹോസ്റ്റുകളാണ്. പക്ഷെ അതിൽ -2 കൂടി ചെയ്യണം. സോ 2046. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Hamming code word for the data word 11110001 if both the sender and the receiver agree with the even parity. So ഇത് ഹാമിംഗ് കോഡ് പ്രോബ്ലം നമ്മൾ ചെയ്തു വരുമ്പോൾ ആ കോഡ് വേർഡ് കംപ്ലീറ്റ് കിട്ടുന്നത് ഡേറ്റ ബിറ്റ്സ് 7 ബിറ്റ്സ് ആണ്. സോ കോഡ് ബിറ്റ്സ് എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആണ്. സോ അതിന് നമുക്ക് മൊത്തം 7 + 4 11 ബിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. സോ എല്ലാ ഓപ്ഷനിലും 11 ബിറ്റ്സ് തന്നെയാണ് ഉള്ളത്. സോ അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 ബിറ്റ്സ് ആണ്. ഈ 11 ബിറ്റ്സിൽ കോഡ് വേർഡ് എറർ ബിറ്റ്സുകൾ നമ്മൾ പാരിറ്റി ബിറ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് R1-ലും 5 6 7 8 9 10 11. സോ R1-ലും ഒരെണ്ണം, R2-ൽ ഒരെണ്ണം, 2ന്റെ പവേഴ്സിലൊക്കെ ഫില്ല് ചെയ്യാം. R4-ലും R8-ലും അങ്ങനെ 4 ബിറ്റുകളാണ് ബിറ്റുകളാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഡേറ്റ ഇവിടെ കൊടുക്കുക 11111001 ഡേറ്റ ഫില്ല് ചെയ്തു. സോ ഇത് നമുക്ക് ഹാമിംഗ് കോഡ് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ R1 0-യും R2 0-യും കിട്ടും. സോ ലാസ്റ്റിൽ എൻഡ് ചെയ്യുന്ന 00 എന്ന് എൻഡ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആ പ്രോബ്ലം ഫുള്ള് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. R1 R2 R4 R8 കണ്ടുപിടിക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് 2 ബിറ്റ് ഏതാണ് നോക്കിയാൽ മതി. ലാസ്റ്റ് ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 0 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 ബിറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ R1 R2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ദിസ് പ്രിവെന്റ് either the sender or receiver from denying the transmitted message. So denying എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വർക്ക് നോൺ റെപ്യൂഡിയേഷൻ ആണ്. നോൺ റെപ്യൂഡിയേഷൻ കാരണമാണ് സെൻഡർ റിസീവറും ഡിനൈ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നത്. സോ നോൺ റെപ്യൂഡിയേഷൻ ആണ്. നെക്സ്റ്റ്, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി
പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയുടെ വേറൊരു പേരാണ് എന്ത്? അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ദ അക്രോണിം RSA കം ഫ്രം. RSAയുടെ ഫുൾ ഫോം റിവേഴ്സ് ഷമീർ അഡൽമാൻ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is a network authentication protocol designed by MIT? MIT ഡിസൈൻ ചെയ്ത നെറ്റ്വർക്ക് authentication protocol ആണ് Kerberos. ഓപ്ഷൻ ഡി. A digital signature certificate issued by certifying authority of India comes under IT Act 2000. IT Act 2000 ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ റിലൈറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one is an example of object-oriented middleware? Middleware ആക്ച്വലി ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ്. ജാവ, RMI, DCOM എല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് മിഡിൽവെയർ ആയിട്ട് വരുന്നതാണ്. സോ നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. Name a protocol that helps the computer clock times to be synchronized with the distributed system. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ കമ്പ്യൂട്ടർ ക്ലോക്ക് സിങ്ക്രണൈസേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ NTP ആണ്. ദാറ്റ് ഈസ് നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ. NTP ആണ്. എൻഡ് പോയിന്റ് ഫോർ എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ്. രണ്ട് പ്രോസസ്സിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സോക്കറ്റ് ആണ്. സോക്കറ്റ്. ഓപ്ഷൻ ബി. വിച്ച് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് IaaS. സോ ഇതിനകത്ത് ഇതിന്റെ ആൻസർ നമ്മൾ അനലൈസ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് IaaS വരാത്തത്, നോട്ടാണ് വെച്ച്. സോ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത് PaaS-ഉം ആൻഡ് SaaS-ഉം ആണ്. ബാക്കി മൂന്നും IaaS-നകത്ത് വരുന്നതാണ്. സോ നോട്ട് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അനലൈസ് ചെയ്ത കിട്ടിയ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഫോർ യൂസർ authentication and authorization between സർവീസ് പ്രൊവൈഡർ ആൻഡ് ഐഡന്റിറ്റി പ്രൊവൈഡർ ഇസ്. authentication ആൻഡ് authorization ചെയ്യുന്നത് SAML ആണ്. SAML. ഓപ്ഷൻ സി. In HTML, how do we insert an image? സോ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബിക്കോസ് ബാക്കി എല്ലാത്തിലും /img എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ IMG SRC എന്നാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ ഇരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, പോർട്ട്. വാട്ട് ഇസ് പോർട്ട് 80 യൂസ്ഡ് ഫോർ? പോർട്ട് 80 ഏത് പ്രോട്ടോക്കോളിന്റെ പോർട്ട് നമ്പറാണ്? HTTPയുടെ പോർട്ട് നമ്പറാണ് 80. വിച്ച് വൺ ഇസ് നോട്ട് എ വാലിഡ് ഡേറ്റ ടൈപ്പ് ഇൻ XML? XML വാലിഡ് ഡേറ്റ ടൈപ്പ് അല്ലാത്തത് ബൂളിയൻ, സ്ട്രിങ്, ഫ്ലോട്ട്, വാർക്യാർ. സോ ഇതിൽ ബൂളിയനും സ്ട്രിങ്ങും ഫ്ലോട്ടും XML-ന്റെ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പിൽ വരുന്നതാണ്. വാർക്യാർ മാത്രമാണ് അല്ലാത്തത്. നോട്ടാണ് നമ്മുടെ ഇത് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് CSS ബോക്സ് മോഡൽ? CSS ബോക്സ് മോഡലിന്റെ പ്രോപ്പർട്ടീസ് ഹൈറ്റ്, വിഡ്ത്ത്, പാഡിംഗ്, മാർജിൻ ആൻഡ് ബോർഡർ. സോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ പാഡിങ്ങും ബോർഡറും മാർജിനും ഉണ്ട്. സോ പ്രോപ്പർട്ടി അല്ലാത്തത് ഓപ്ഷൻ എ, ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് എ കീവേഡ് ടു ഡിക്ലെയർ എ കോൺസ്റ്റന്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? സോ ജാവാസ്ക്രിപ്റ്റിൽ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ് CONST ആണ്, കോൺസ്റ്റന്റ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഇൻ JSON സിൻടാക്സ് ഡേറ്റ ഈസ് സെപ്പറേറ്റഡ് ബൈ. സിൻടാക്സ് ഡേറ്റ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് JSON-ൽ കോമയാണ്. കോമ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. സോ നൺ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് HTTP റെസ്പോൺസ് കോഡ് ഫോർ 200? 200ന്റെ റെസ്പോൺസ് കോഡ് എന്ന് പറയുന്നത് ഓക്കെ ആണ്. സോ ഓക്കെ എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് സക്സസ് എന്നുള്ള രീതിയിലാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോക്കറ്റ് അഡ്രസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ്
ഓപ്ഷൻ IP address and port number, Ethernet address and slot number, IP address and domain name. ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. സോ സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പറിന്റെ കോമ്പിനേഷൻ ആണ് സോക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കീ ലെങ്ത് ഓഫ് 3DES ട്രിപ്പിൾ DES? ട്രിപ്പിൾ DESന്റെ കീ ലെങ്ത് എന്ന് പറയുന്നത് 168 ആണ്. ഓപ്ഷൻ ഡി 168. അതായത് DESന്റെ കീ ലെങ്ത് 56 ആണ്. ഇൻറ്റു 3 ചെയ്യുമ്പോൾ 168 ആണ് കീ ലെങ്ത് ഓഫ് 3DES. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഇസ് നോട്ട് ആൻ ആക്റ്റീവ് അറ്റാക്ക്? നോട്ട് ആൻ ആക്റ്റീവ് അറ്റാക്ക് എന്നാണ്, അതായത് പാസീവ് അറ്റാക്ക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പാസീവ് അറ്റാക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി മാസ്ക്രേഡും റീപ്ലേ അറ്റാക്കും ആക്റ്റീവ് അറ്റാക്ക് ആണ്. ട്രാഫിക് അനാലിസിസ് ആണ് പാസീവ് അറ്റാക്ക്, അതായത് ആക്റ്റീവ് അറ്റാക്ക് അല്ലാത്തത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ഈ ഓപ്ഷൻസിൽ പ്രൊഫഷണൽ കീ വരുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. സോ 51 to 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.